നമസ്കാരം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ വർഷങ്ങളായിട്ട് ശ്രമിച്ചു വരുന്ന വിദേശയാത്രയ്ക്ക് അഥവാ ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ഒരുപക്ഷെ വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള ശ്രമമാണെങ്കിൽ ആയതിനുള്ള അനുമതി ലഭിക്കുവാനും ഈ വർഷം യോഗമുണ്ട്. പുത്രപൗത്രാദികളോടൊപ്പം അവരുടെ സംരക്ഷണത്തിനായിക്കൊണ്ട് അന്യനാട്ടിൽ താമസിക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ടായിത്തീരും. പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള സാഹചര്യം സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസമുണ്ടാകും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച അനുകൂലമായ സാഹചര്യം കുറയുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാനത്തിന് യോഗം കാണുന്നു. വിഭാവനം ചെയ്ത പദ്ധതികൾ പ്രാവർത്തികമാക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനിടയുണ്ട്. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. പാഠ്യപദ്ധതി സമർപ്പിക്കുന്നത് പരമാവധി ജൂൺ മാസത്തിന് മുൻപ് നന്നായിരിക്കും. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. പലപ്പോഴും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള ആധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2014 ആണ്ടിലെ അനുഭവ ഫലങ്ങളാണ് പറഞ്ഞത്.